സമാന രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുമായി കൂടിയാലോചിച്ച് പുതിയ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തിന് രൂപം നൽകണമെന്ന് എം പി വീരേന്ദ്രകുമാർ. സോഷ്യലിസ്റ്റ് ജനതാ പ്രഥമ പ്രതിനിധി സമ്മേളനം പാലക്കാട് നടന്നു. വിദ്യാഭ്യാസ വായ്പകൾ നിഷേധിക്കുന്ന ബാങ്ക് നിലപാടുകളിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ലീഡ് ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് തിരുത്തി വിദ്യാർത്ഥികൾക്ക് ശകാരം. സ്കൂൾ മാനേജർക്കും വാർഡനും മർദ്ദനം. പേഴുങ്കര മോഡൽ സ്കൂളിന്റെ ഓഫീസ് തകർത്തു. കൌമാര കലോത്സവം മൂന്നാം നാളിലേക്ക്. ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, മണ്ണാർക്കാട് ഉപജില്ലകൾ മുന്നിൽ. വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് പെൻഷൻ കലോത്സവം. വിശദമായ വാർത്തകളിലേക്ക്. സമാന രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുമായി ആലോചിച്ച് പുതിയ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനത്തിന് രൂപം നൽകാൻ പുതിയ രാഷ്ട്രീയ നേതൃത്വം കരുക്കൾ നീക്കണമെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റ് എം പി വീരേന്ദ്രകുമാർ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടാണ് ശരിയായത്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അന്ന് നമ്മൾ ഡൽഹിയിൽ യോഗത്തിൽ സുരേന്ദ്ര മോഹന്റെ അഭിപ്രായം അനുകൂലമല്ലാതെ ആശയപരമായും ആദർശപരമായും ഇടതുമുന്നണിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ജനതാദളിനെ CPM മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയാണ് ഉണ്ടായതെന്നും ലാവ്ലിൻ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് താനാണെന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഇതുണ്ടായതെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. പാലക്കാട് ടൌൺ ഹാളിൽ നടന്ന സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ വർഗീസ് ജോർജ് പാർട്ടി പരിപാടികൾ വിശദീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ് ആമുഖ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ വായ്പകൾ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് SFIയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ലീഡ് ബാങ്കായ കാനറ ബാങ്കിന്റെ പ്രധാന ശാഖയിലേക്ക് മാർച്ച് നടത്തി. പല ബാങ്കുകളും വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നില്ലെന്നും വിദ്യാഭ്യാസ വായ്പയ്ക്കായി എത്തുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും നിരുത്സാഹപ്പെടുത്തുന്ന നടപടികളാണ് ബാങ്കുകാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുൻപിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് N ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. PV രതീഷ്, ആശിഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മാർക്ക് ലിസ്റ്റ് തിരുത്തിയ വിദ്യാർത്ഥിനികളെ ശാസിച്ച സ്കൂൾ മാനേജർക്കും വാർഡനും മർദ്ദനം. സ്കൂളിന്റെ ഓഫീസ് തല്ലിത്തകർത്തു. പേഴുങ്കര യത്തീംഖാനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മോഡൽ സ്കൂളിന്റെ മാനേജർ അബ്ദുൾ മജീദ്, യത്തീംഖാനയിലെ വാർഡൻ നൌഷാദ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ സ്കൂളിലെത്തി മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ ഇവർ ചികിത്സയിലാണ്. സ്കൂളിന്റെ ഓഫീസും ഇവർ തല്ലി തകർത്തു. രാവിലെ സ്കൂളിലേക്ക് കുട്ടികളുമായി വരികയായിരുന്ന സ്കൂൾ ബസും ഒരു സംഘം തടഞ്ഞിട്ടു. മോഡൽ സ്കൂളിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥിനികൾ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് തിരുത്തിയത് സ്കൂൾ അധികൃതർ കണ്ടുപിടിക്കുകയും ഇവരോട് രക്ഷിതാക്കളെ കൂട്ടി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ ഭയന്ന കുട്ടികൾ വീട്ടിൽ വൈകിയെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. എന്നാൽ കുട്ടികളുടെ രക്ഷിതാക്കൾ തങ്ങൾക്ക് ആക്രമണത്തിൽ പങ്കില്ലെന്ന് അറിയിച്ചു. ചില സാമൂഹിക വിരുദ്ധരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കുറിശ്യാംകുളം സ്വദേശി മൻസൂർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 8ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎസ്പി പ്രശോഭ്, CI ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി വിവരശേഖരണം നടത്തി. കലാകൌമാരത്തിന്റെ ആവേശത്തിമർപ്പുമായി വല്ലപ്പുഴയിൽ റവന്യൂ സ്കൂൾ ജില്ലാ കലോത്സവം തുടങ്ങി.
കലോത്സവത്തിന്റെ സ്വാതന്ത്ര്യസംഘം ചെയർമാൻ കൂടിയായ വർണ്ണപ്പകിട്ടാർന്ന ഘോഷയാത്രയ്ക്കൊടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ് കൌമാര കലാമേള ഉദ്ഘാടനം ചെയ്തത്. 4 ദിവസത്തെ കൌമാര കലോത്സവത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് വല്ലപ്പുഴ ഗ്രാമപ്രദേശം ആഹ്ലാദ തിമിർപ്പിലാണ്. നാണത്തിന്റെ തട്ടമിട്ട മൊഞ്ചത്തിമാരും ചെണ്ടമേളവും കോൽക്കളിയും എല്ലാം നിറഞ്ഞുനിന്ന ആദ്യ ദിനത്തിന്റെ ആലസ്യം വിട്ടൊഴിഞ്ഞ് രണ്ടാം ദിനത്തിൽ നാടോടി നൃത്തം, കുച്ചിപ്പുടി, അറവനമുട്ട്, ദഫ്മുട്ട്, ചെണ്ട, ദേശഭക്തിഗാനം, കഥാപ്രസംഗം, ഉപകരണ സംഗീതം എന്നിവയിലായിരുന്നു പ്രധാന മത്സരങ്ങൾ നടന്നത്. 14 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെറുപ്പളശ്ശേരി 1ാം സ്ഥാനത്തും പാലക്കാട് 2ാം സ്ഥാനത്തും തൃത്താല 3ാം സ്ഥാനത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒറ്റപ്പാലം, പട്ടാമ്പി, പാലക്കാട് എന്നിവരാണ് മുന്നിൽ. UP വിഭാഗത്തിൽ മണ്ണാർക്കാട്, ആലത്തൂർ, ഷൊർണൂർ ഉപജില്ലകളാണ് മുന്നിലുള്ളത്. മത്സരത്തിന്റെ 3ാം ദിനത്തിലാണ് കൂടുതൽ നൃത്ത ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതകൾ സർഗവാസനകൾക്ക് മുൻപിൽ ഒന്നുമല്ലെന്ന് തെളിയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കലാമേള ശ്രദ്ധേയമായി. കുഴൽമന്നം KMS ഓഡിറ്റോറിയത്തിലാണ് ഈ അപൂർവ കലാമേള അരങ്ങേറിയത്. 60ഉം 70ഉം വയസ്സായവർ വരെ തങ്ങൾക്കുള്ളിൽ കെടാതെ ജ്വലിക്കുന്ന കലാവാസനകൾ പുറത്തെടുത്തു. തിരുവാതിരക്കളി, മിമിക്രി എന്നിവയിൽ ഇവർ കസറി. നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, അക്ഷരശ്ലോകം, മോണോ ആക്ട്, കവിതാപാരായണം, ഉപകരണ സംഗീതം എന്നിവയിലും നിരവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ജില്ലാ കലാമേള വിക്ടോറിയ കോളേജ് മലയാള വിഭാഗം തലവൻ Dr. P. മുരളി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ മൃദംഗവാദകൻ കുഴൽമന്നം രാമകൃഷ്ണൻ, സീരിയൽ ഡയറക്ടർ വിജയൻ കുന്നിൽ എന്നിവരെ ആദരിച്ചു. CPI ജില്ലാ സമ്മേളനം 2012 ജനുവരി 6, 7, 8 തീയതികളിൽ വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കും. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, A. വിജയരാഘവൻ, MA ബേബി, P. കരുണാകരൻ, PK ശ്രീമതി ടീച്ചർ, T. ശിവദാസ മേനോൻ, VV ദക്ഷിണാമൂർത്തി, AK ബാലൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനം ജനുവരി 6 കാലത്ത് 10 മണിക്ക് ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം റോളക്സ് ഓഡിറ്റോറിയത്തിലും പൊതുസമ്മേളനം ബസ് സ്റ്റാൻഡ് മൈതാനത്തുമാണ് നടക്കുക. ജനുവരി 8 വൈകിട്ട് 3 മണിക്ക് ജില്ല കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും വടക്കഞ്ചേരി ഏരിയ കേന്ദ്രീകരിച്ച് പൊതുപ്രകടനവും തുടർന്ന് 6 മണിക്ക് പൊതുസമ്മേളനവും നടക്കും. റെയിൽവേയിലെ മെഡിക്കൽ ഡി കാറ്റഗറൈസേഷൻ പ്രക്രിയ അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യൻ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. റെയിൽവേയിലെ സീനിയർ DMEയുടെ തുഗ്ലക് പരിഷ്കാരങ്ങളിലും റെയിൽവേ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിനോട് ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് KG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. P. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സെൻട്രൽ ജോയിന്റ് സെക്രട്ടറി KC ജെയിംസ്, G. സുബ്രഹ്മണ്യൻ, CT ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ കേരളീയനെയും തമിഴിനെയും തമ്മിൽ അടുപ്പിക്കരുതെന്ന നിർദ്ദേശവുമായി അതിർത്തി പ്രദേശമായ ചിറ്റൂരിൽ തമിഴ് മലയാളി സഹോദര സംഗമം നടന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാമൂഹ്യ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് തമിഴ് മലയാളി സഹോദര സംഗമം സംഘടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ശാസ്ത്രീയമായ പരിഹാരമുണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനാ വക്താക്കളായ വിളയോടി ശിവൻകുട്ടി, V. രാമകൃഷ്ണൻ, KK മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനുവരി 8 മുതൽ 12 വരെ പാലക്കാട് നടക്കുന്ന 45ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ VHSE സ്കൂൾ വൊക്കേഷണൽ എക്സ്പോയിലും കരിയർ ഫെസ്റ്റിലും തെരഞ്ഞെടുത്ത സ്കൂളുകൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ 389 സ്കൂളുകളിലെ 42 കോഴ്സുകളിൽ നിന്നുള്ള ഉൽപാദന പരിശീലന സെന്ററുകളെ 7 മേഖലകളായി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച സ്കൂളുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 84 മത്സര സ്റ്റാളുകൾ ഉണ്ടാകും. മോസ്റ്റ് ഇന്നവേറ്റീവ്, മോസ്റ്റ് കരിക്കുലം റിലേറ്റഡ്, മോസ്റ്റ് മാർക്കറ്റബിൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി തരംതിരിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്.
കൃഷി, എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, മെഡിക്കൽ, പാരാമെഡിക്കൽ, മൃഗസംരക്ഷണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ സ്റ്റാളുകളും ക്രമീകരിക്കും. പഠനത്തിനൊപ്പം തൊഴിലെന്ന ലക്ഷ്യം നിർവഹിക്കുന്ന VHSC വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്ന മത്സരമാണ് നടക്കുന്നത്. വൊക്കേഷണൽ എക്സ്പോയോടൊപ്പം നടക്കുന്ന കരിയർ ഫെസ്റ്റിൽ VHSC പാസ്സായ വിദ്യാർത്ഥികൾക്കായി വിവിധ കമ്പനികൾ വാക്ക് ഇൻ ഇന്റർവ്യൂവും ഉപരിപഠനത്തിനുള്ള സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും സംഘടിപ്പിക്കും. വിവിധ കമ്പനികൾ തൊഴിൽ സാധ്യതകളും നൽകും. മേളയുടെ ഉദ്ഘാടനവും രജിസ്ട്രേഷനും 8-ന്, സ്റ്റാൾ സജ്ജീകരണം 9-ന്, പ്രദർശനം, മൂല്യനിർണ്ണയം എന്നിവ 10-നും, വിൽപ്പനയും സർവീസും 11-നും, മത്സരങ്ങളുടെ വിധി പ്രഖ്യാപനം 12-നുമായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പാലക്കാട് കൺസ്യൂമർ അസോസിയേഷൻ ലോക ഉപഭോക്തൃ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ മികച്ച ഡോക്ടറായി ഡോക്ടർ ബോബി മാനുവലിനെ തെരഞ്ഞെടുത്തു. രോഗികളോടുള്ള സൌമ്യമായ പെരുമാറ്റം, രോഗപരിചരണ രംഗത്തെ ആത്മാർത്ഥത തുടങ്ങിയവ കണക്കിലെടുത്താണ് ജില്ലയിലെ ഡോക്ടർമാരിൽ നിന്നും മികച്ച ഡോക്ടറായി ബോബി മാനുവലിനെ അവാർഡിനായി അസോസിയേഷൻ തിരഞ്ഞെടുത്തത്. കൺസ്യൂമർ അസോസിയേഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഡോക്ടർ ബോബി മാനുവൽ അവാർഡ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പാലക്കാട് കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഫിസിഷ്യനായി ജോലി നോക്കി വരികയാണ്. സംസ്ഥാന ഇന്റർ ക്ലബ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മീറ്റ് റെക്കോർഡുകൾ സ്ഥാപിച്ച പറളി ഹൈസ്കൂൾ അത്ലറ്റിക് ക്ലബ് വിദ്യാർത്ഥികളെ KSU പറളി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കൊച്ചിയിൽ വെച്ച് നടന്ന 10ാമത് സംസ്ഥാന ഇന്റർ ക്ലബ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 7 പുതിയ മീറ്റ് റെക്കോർഡുകൾ സ്ഥാപിക്കുകയും 11 സ്വർണവും 6 വെള്ളിയും 6 വെങ്കലവും നേടി ജില്ലയുടെ അഭിമാന താരങ്ങളായി മാറുകയും ചെയ്ത പറളി ഹൈസ്കൂൾ അത്ലറ്റിക് ക്ലബിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായും അവർക്കാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനായും സംഘടിപ്പിച്ച ചടങ്ങ് DCC വൈസ് പ്രസിഡന്റ് A. രാമസ്വാമിയാണ് ഉദ്ഘാടനം ചെയ്തത്. MR രഘുപ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM രാജൻ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയിൽ പറളി ഹൈസ്കൂളിലെ കായികാധ്യാപകൻ PG മനോജ്, PK കൃഷ്ണദാസ്, KT പുരുഷോത്തമൻ, MN ഗോകുൽദാസ്, ശ്രീവത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന കരിമ്പനക്കാറ്റ് സാംസ്കാരികോത്സവത്തിന്റെ 3ാം രാവ് വാദ്യ സമന്വയത്തിന്റേതായി. വാദ്യകലാരംഗത്തെ ത്രിമൂർത്തികളായ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രകാശ് ഉള്ളിയേരി, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വാദ്യവിസ്മയം അരങ്ങേറിയത്. ചെണ്ടയിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും കീബോർഡിൽ പ്രകാശ് ഉള്ളിയേരിയും ഫ്യൂഷൻ മ്യൂസിക്കിന് നേതൃത്വം നൽകി. നേരത്തെ രാപ്പാടി ഓഡിറ്റോറിയത്തിൽ പൂതനും തിറയും നാടൻ കലാരൂപവും ഫ്യൂഷൻ മ്യൂസിക്കിന് ശേഷം ഉഷ സുരേഷ് ബാലാജിയും സംഘവും അവതരിപ്പിച്ച മോഹിനിയാട്ടവും അരങ്ങേറി. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഇൻസ്ട്രുമെന്റേഷൻ സബ് കോൺട്രാക്ടേഴ്സ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച കുടുംബ സംഗമവും വാർഷികാഘോഷ പരിപാടികളും പാലക്കാട് നടന്നു. പാലക്കാട് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഘടനയുടെ 17ാം വാർഷികാഘോഷ പരിപാടികൾ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ജനറൽ മാനേജർ RS യുഗാൾ ഉദ്ഘാടനം ചെയ്തു. KSSIA സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ചെന്താമരാക്ഷൻ മുഖ്യാതിഥിയായി. പരിപാടിയിൽ ഇൻസ്ട്രുമെന്റേഷൻ AGM ഈപ്പൻ വർഗീസ്, DGM PM ഗോപാലകൃഷ്ണൻ, V. ശശിധരൻ, മിൽട്ടൺ, N. സുദർശനൻ, KA രവീന്ദ്രൻ, N. രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച UP ജില്ലാതല വായനാ മത്സരത്തിൽ NR നന്ദ 1ാം സ്ഥാനം നേടി. ഒറ്റപ്പാലം കൈലിയട് A. നാരായണ മേനോൻ സ്മാരക ജനകീയ വായനശാലയെ പ്രതിനിധീകരിച്ചാണ് NR നന്ദ മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറിയെ പ്രതിനിധീകരിച്ചെത്തിയ അതുല്യ പ്രകാശ്, G. നന്ദന എന്നിവർ 2ാം സ്ഥാനം നേടി. പൊമ്പറ പൊതുജന വായനശാലയിലെ VS ഗോവർദ്ധൻ പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കുള്ള JCI ഇന്ത്യൻ പുരസ്കാരം JCI പാലക്കാടിന് ലഭിച്ചു. പാലക്കാട് കൊപ്പം GLP സ്കൂൾ ഏറ്റെടുത്ത് സ്കൂളിന്റെ സർവ്വതോന്മുഖ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള അംഗീകാരമെന്ന നിലയ്ക്കാണ് JCI പാലക്കാടിന് JCI ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 24 മേഖലകളിൽ നിന്നുള്ള 1200ഓളം ചാപ്റ്ററുകളിൽ നിന്നുമാണ് JCI പാലക്കാടിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പുരസ്കാര പ്രഖ്യാപനത്തോടനുബന്ധിച്ച് മികച്ച JCI പ്രവർത്തകനുള്ള ദേശീയ പുരസ്കാരം പാലക്കാട് ചാപ്റ്ററിലെ CP അബ്ദുൾ സലാമിന് ലഭിച്ചു. പുരസ്കാരങ്ങൾ JCI ഇന്ത്യ ദേശീയ പ്രസിഡന്റ് ബാലവേലായുധം വിതരണം ചെയ്തു.